ഹായ് എല്ലാവർക്കും AKG വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എങ്ങനെയാണ് നമുക്ക് ലിങ്ക് ബയോയിൽ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ്. ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ, അതായത് ഒരുപാട് വലിയ വലിയ യൂട്യൂബ് ചാനലുകാരൊക്കെ അവരുടെ പ്രോഡക്റ്റിൻ്റെ, അവർ യൂസ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് ബയോയിൽ കൊടുക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ കേട്ടിട്ട് എനിക്കും ഒരു ആഗ്രഹം കേട്ടോ. എനിക്കിങ്ങനെ എൻ്റെ പ്രോഡക്റ്റുകൾ, അതായത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളുടെയൊക്കെ ലിങ്ക് എനിക്കും ബയോയിൽ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ തന്നെ ഞാൻ ലിങ്ക് എങ്ങനെയാണ് ബയോയിൽ കൊടുക്കുക എന്നുള്ളത് അടിച്ചു നോക്കിയിട്ട് ഞാനും അങ്ങനെ ലിങ്ക് ബയോയിൽ കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ലിങ്ക്, അതായത് ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനൊന്നും അറിയത്തുണ്ടാവില്ല എങ്ങനെയാണ് നമ്മുടെ ലിങ്കുകളൊക്കെ, അതായത് നമ്മൾ യൂസ് ചെയ്ത പ്രോഡക്റ്റുകളുടെയൊക്കെ ലിങ്ക് ബയോയിൽ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു ലിങ്ക് ട്രീ എന്ന് പറയുന്നത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വേണം എന്നൊന്നുമില്ല. ഇച്ചിരി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർക്ക്, അതായത് കുറഞ്ഞ ചെറിയ യൂട്യൂബ് ചാനലുകാർക്കും കൂടെ ലിങ്ക് ട്രീ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിൽ കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ലിങ്ക് ട്രീ എന്ന് പറയുന്നത് ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ലിങ്ക് ട്രീ വേണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അതായത് ഒരു പച്ച കളറിൽ ഒരു ആപ്പാണ്. അപ്പോൾ ആ ആപ്പ് വേണം നമ്മൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട്, വേറെ ഒന്നും ഡൗൺലോഡ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ആപ്പാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സ് അവർ യൂസ് ചെയ്ത പ്രോഡക്റ്റുകളുടെ ലിങ്കുകളൊക്കെ ഇങ്ങനെ ബയോയിൽ കൊടുക്കുന്നത് കണ്ടിട്ട് ഞാനും ഇതുപോലെ ലിങ്ക് ബയോയിൽ കൊടുക്കാനായിട്ട് തുടങ്ങി കേട്ടോ. എനിക്കത് സക്സസ് ആയി വന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞു, ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഒരുപാട് ചെറിയ ചെറിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ. ഡീറ്റെയിലായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത് യൂസ്ഫുൾ ആവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കുക, എന്നിട്ട് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് യൂട്യൂബിൽ നമ്മുടെ ലിങ്ക് ട്രീ ബയോയിൽ കൊടുക്കുക എന്നുള്ളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ലിങ്ക് ട്രീ എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കളറിലുള്ള ലിങ്ക് ട്രീ നമുക്ക് കിട്ടും, ഡൗൺലോഡായിട്ട് വരും കേട്ടോ. ഇത് അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അപ്ഡേറ്റ് കൊടുത്തതാണ്. അപ്പോഴാണ് അത് എനിക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ അത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലിങ്ക് ട്രീ ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. ഇങ്ങനത്തെ ഒരു കളറിലുള്ളതാണ് ലിങ്ക് ട്രീ എന്ന് പറയുന്നത്. ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെയായിരിക്കും കേട്ടോ കിട്ടുക. ഇത് ഞാൻ ഓൾറെഡി ലിങ്ക് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അല്ലാത്തവർക്ക് ഇതാ ഇങ്ങനെയായിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ കിട്ടുക. എൻ്റർ URL എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ഥലത്ത് ഞാനിവിടെ നൈക്കയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇവിടെ കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു ലിങ്കാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് മേടിച്ചിട്ടുള്ള നമ്മുടെ ബ്രേക്കലഗ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ലിങ്കാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് ഓർഡർ കൊടുത്തിട്ടുള്ള കാർട്ടിൽ പോയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ എടുത്തു. ലിങ്ക് എടുക്കാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ ലിങ്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുത്തത് ഒരാളുടെ വാട്സപ്പിലേക്ക് ഞാൻ മെസ്സേജിൽ കൊടുത്തു വെച്ചു. നമ്മൾ വാട്സപ്പ് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ലിങ്ക്. എന്നിട്ട് നമുക്ക് അവരുടെ ആ ഒരു മെസ്സേജിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ആ ഒരു HTTP പറയുന്നതാണ് അവരുടെ ലിങ്ക് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ 0 വരെയുള്ള സ്ഥലത്ത് അവിടെ വരെ നമ്മൾ കോപ്പി ചെയ്യുക. അത് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഈ ഒരു എൻ്റർ URL എന്നുള്ള സ്ഥലത്ത് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കിങ്ങനെ ആരുടെങ്കിലും ഒരു വാട്സപ്പിലേക്ക് മെസ്സേജിൽ പോയിട്ട് നമുക്ക് ഇതേപോലെ കോപ്പി ചെയ്തിട്ട് അതിന്ന് പേസ്റ്റ് അതിലേക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത ലിങ്കുകളൊക്കെ ഞാൻ ഇങ്ങനെയാണ് കൊടുക്കാറുള്ളത്. അപ്പം നമുക്ക് അവിടെ അതാ കണ്ടില്ലേ, അപ്പോൾ അവിടെ അത് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പെന്നിൻ്റെ ഒരു ഇത് കാണാം. ആ പെന്നിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാറ്റി കൊടുക്കാം കേട്ടോ. അവിടെ നമ്മുടെ ടൈറ്റിൽ അവിടെ നമുക്ക് മാറ്റി കൊടുക്കാം. അവിടെ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക് ഓൺലൈൻ എന്നുള്ളതാണ്, കുറച്ചുകൂടെ പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ പേര് മാറ്റിയിട്ട്
നൈക്ക ക്രീമി മാറ്റ് ലിപ്സ്റ്റിക് എന്നാണ് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ ഈസി ആയിട്ട് പെട്ടെന്ന് കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേര് നമുക്കവിടെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കവിടെ ടിക്ക് സൈഡിലുള്ള ആ ഒരു ടിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേരായിരിക്കും അവിടെ വരിക. എന്നിട്ട് ഇനി നമുക്കിത് സൈഡിലുള്ള ആ ഒരു ട്രൈ പ്രോ ഫോർ ഫ്രീ അല്ലാതെ ആ ഒരു ഏരോ കണ്ടില്ലേ, ഷെയർ പോലത്തെ ആ ഷെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് ലിങ്ക് ട്രീ AKG വ്ളോഗ്സ് കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളത് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മുടെ സൈഡിലുള്ള പെന്നിൻ്റേത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു AKG വ്ളോഗ്സ് ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ അതിൽ നമുക്ക് ലിങ്കിൽ നാലാമത്തത്, അതായത് നാലാമത്തതാണ് ലിങ്ക് എന്ന് പറയുന്നത്. നാലാമത്തെ പെന്നിൻ്റേത് ക്ലിക്ക് ചെയ്താൽ ലിങ്ക് ഇങ്ങനെ കാണിക്കും. അതിൽ നമുക്ക് നമ്മുടെ ലിങ്ക് എത്ര ലിങ്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. ഏതൊക്കെ ലിങ്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ലിങ്ക് ട്രീ എന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കോപ്പി ചെയ്തിട്ട്, പക്ഷേ അത് ഞാൻ ലിങ്ക് ട്രീ എന്ന് അടിച്ച സമയത്ത് ആ ഒരു ലിങ്ക് പോയി. അപ്പോൾ ഞാൻ രണ്ടാമത് ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത്, അതായത് ഈ ആഡ് URL എന്നുള്ളടത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആഡ് ലിങ്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ, ലിങ്ക് ട്രീയുടെ. എന്നിട്ട് ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടേത് ശരിയായി. പിന്നെ നമുക്ക് സേവ് കൊടുത്താൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ, അതായത് നമ്മൾ AKG വ്ളോഗ്സ് എന്നുള്ള ഡിസ്ക്രിപ്ഷനിൽ ഇത് കാണാവുന്നതാണ്, നമ്മുടെ ലിങ്ക് ട്രീന്ന് കൊടുത്തത്. ഇപ്പം ഞാനിവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് കൊടുത്താണ്. അപ്പം ഞാൻ ഈ ഒരു ലിങ്ക് ട്രീ രണ്ടാമത് കൊടുത്തത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ് കേട്ടോ. അത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പെന്നിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് കൊടുത്താൽ മതി. എന്നിട്ട് സേവ് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആദ്യത്തെ പോലെ തന്നെയായി. ഇനി നമുക്കിത് നമ്മുടെ യൂട്യൂബിൽ എങ്ങനെയാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കാൻ പറ്റുന്നതെന്നൊന്ന് നോക്കാം. അപ്പം ഞാനിതാ ഡിസ്ക്രിപ്ഷനിൽ എടുത്തിട്ടുണ്ട്. അതിലിതാ ഇങ്ങനെയാണ് വരിക കേട്ടോ. ലിങ്ക്സ് കണ്ടില്ലേ, അതിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ട്രീ എന്ന് പറഞ്ഞിട്ട് ഈ ലിങ്ക് ട്രീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇങ്ങനെ കിട്ടുന്നതായിരിക്കും കേട്ടോ. നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് നമുക്കിങ്ങനെ ബയോയിൽ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ടും പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളുടെയൊക്കെ ലിങ്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അങ്ങനെ നമുക്ക് വലിയ വലിയ യൂട്യൂബേഴ്സിനെ പോലെ തന്നെ ലിങ്ക് നമുക്കും ബയോയിൽ ഈസി ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകാർക്ക് ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവർ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മടിക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.